ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഇന്ന് നമ്മൾ എടുത്ത പാഠഭാഗം സൂറത്തുൽ മുംതഹിനയിലെ ആദ്യ വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. ഈ വചനത്തിൽ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകേണ്ട മദ്ദുകൾ ആദ്യം പരിശോധിക്കാം. ഒന്നാമതായി യാ അയ്യുഹല്ലദീന ആമനു, അതുപോലെ ബിമാ അഖ്ഫൈതും വമാ അഅലൻതും. ഈ മൂന്ന് ദീർഘങ്ങളും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അടുത്തതായി സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സാക്കിന മീമുകളാണ്. വഅദുവക്കും ഔലിയ എന്ന് തുടങ്ങുന്ന ആ ഒരു മീമും, അതുപോലെ തന്നെ വഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും ഇൻ കുൻതും ഖറജ്തും ബിമാ അഖ്ഫൈതും മിൻകും. അതുപോലെ ഇടക്ക് വമാ അഅലൻതും അവിടെ വഖഫ് ചെയ്യാതെ ചേർത്തോതാണെങ്കിൽ അതും. ഈ പദങ്ങളുടെ അന്ത്യത്തിലെല്ലാം വന്നിട്ടുള്ള സാക്കിന മീമുകളൊക്കെയും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് മദ് മുത്തസിൽ വാജിബ് നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ട ദീർഘങ്ങളാണ്. ഔലിയ, അതുപോലെ ബിമാ ജാഅകും, വബ്തിഗാഅ മർദാതി, അതുപോലെ വചനത്തിൻ്റെ അവസാനത്തിൽ സവാഅ സബീൽ. ഈ ദീർഘങ്ങളൊക്കെയും മദ് മുത്തസിൽ വാജിബ് എന്ന നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ട 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകേണ്ടതാണ്. ഇനി അടുത്തതായി ഇഖ്ഫ ഷഫവി സാക്കിന മീമിനെ അവ്യക്തമാക്കി മണിക്കേണ്ടത്. അതാണ് ഇലൈഹിം ബിൽ മവദ്ദ 1. അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ വീണ്ടും വരുന്നു. ഈ രണ്ട് സാക്കിന മീമും ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വഖദ് കഫറു. വഖദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ഖൽഖല നൽകി ഉച്ചരിക്കേണ്ടതാണ്. അപ്രകാരം തന്നെ ഖറജ്തും എന്ന് പറയുമ്പോൾ ജീമൻ്റെ സുക്കൂന് ഖറജ്തും ജിഹാദൻ. വബ്തിഗാഅ മർദാതി, വബ്തിഗാഅ അവിടെ ബാഇൻ്റെ സുക്കൂന്. ആയത്തിൻ്റെ അവസാനത്തിൽ ഫഖദ് ضل
ഈ ദാലിൻ്റെ സുക്കൂന്, ഇതൊക്കെയും ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. പിന്നെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി ഉച്ചരിച്ച് മണിക്കേണ്ട ഭാഗങ്ങളാണ് സാക്കിനാനൂൻ, അൻ തുഅ്മിനു, അതുപോലെ ഇൻ കുൻതും, അതുപോലെ തൻവീൻ ജിഹാദൻ ഫീ സബീലി, അതുപോലെ അഅലൻതും വമാ അഅലൻതും, അതുപോലെ മിൻകും വമൻ യഫ്അൽഹു മിൻകും. ഇവിടെയൊക്കെയും സാക്കിന നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫ ഹഖീഖി ചെയ്ത് പാരായണം ചെയ്യണം. പിന്നീട് വമൻ യഫ്അൽഹു, അവിടെ ഇദ്ഗാം ബിഗുന്ന നൽകണം, ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന, വമൻ യഫ്അൽഹു. ഇത്രയും കാര്യങ്ങളാണ് അഹ്കാമുമായി ബന്ധപ്പെട്ട്. പിന്നീട് തഫ്ഖീമും തർക്കീഖും മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഹുറൂഫുൽ ഇസ്തിഅലാ, ഖാ, സ്വാദ്, ദ്വാദ്, ത്വാ, ള, ഗൈൻ, ഖാഫ്, ഈ 7 ഹർഫുകൾ, ഖുസ്സ, ദിഗ്തിൻ, ഖിൽ എന്ന 7 ഹർഫുകൾക്ക് തഫ്ഖീം നൽകണം എപ്പോഴും. കസ്ർ വരുമ്പോൾ കുറഞ്ഞ തഫ്ഖീമാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഈ ഹർഫുകൾക്കും അതുപോലെ ചിലപ്പോൾ റായിനും തഫ്ഖീം നൽകണം. ലഫ്ദുൽ ജലാലയിൽ അള്ളാഹ് എന്ന പദത്തിൽ വരുന്ന ലാമിന് തഫ്ഖീം നൽകണം. ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട. അള്ളാഹ് എന്ന പദത്തിൽ ലാമിന് മുമ്പിൽ ഫത്ഹോ ദമ്മോ വരുമ്പോൾ മാത്രം തഫ്ഖീം നൽകണം. എന്നാൽ ഈ വചനത്തിൽ ബില്ലാഹി എന്ന് പറഞ്ഞിട്ട് തർക്കീഖാണ് നൽകേണ്ടത്, ലാമിൻ്റെ കാര്യമാണ്. അപ്പം ഇങ്ങനെ റാ, ലാമ്. എന്നാൽ റായിനെയും ഹുറൂഫുൽ ഇസ്തിഅലാഇനെയും പിന്തുടർന്ന് വരുന്ന ദീർഘാക്ഷരമായ അലിഫ്, ഈ അലിഫിന് തഫ്ഖീം വരും, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റാ, ലാമ്, ദീർഘാക്ഷരമായ അലിഫ്, ഇവയ്ക്ക് ചില സന്ദർഭങ്ങളിൽ തഫ്ഖീമും മറ്റ് ചിലപ്പോൾ തർക്കീഖുമാണ്. ഹുറൂഫുൽ ഇസ്തിഅലാഇന് എപ്പോഴും തഫ്ഖീമാണ്. ഹുറൂഫുൽ ഇസ്തിഅലാഇൻ്റെ വിപരീതമായ ഹുറൂഫുൽ ഇസ്തിഫാലിന് തർക്കീഖുമാണ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞു പോയ കാര്യങ്ങളാണ് നാം ക്ലാസ്സിൽ. ഇങ്ങനെ തഫ്ഖീം തർക്കീഖുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. പറയാൻ വിട്ടുപോയ ഒരു ഭാഗം ബിമാ ജാഅകും മിനൽ ഹഖ്, സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി സഗീർ എന്നും പറയാം. എന്തായാലും മീമിനെ അടുത്ത മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ബാറക്കല്ലാഹു ഫീക്കും.